ലോട്ട് ഓഫ് ഫെസിലിറ്റീസ് ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ നമുക്ക് ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരുപാട് മെഷീനറീസ് അത് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള അതായത് ഒരുപാട് മെഷീനറീസ് നമുക്ക് മനസ്സിലാക്കാൻ എന്തൊക്കെയാണ് ഡോക്ടർ ഇവിടുത്തെ ഫെസിലിറ്റീസ്? ഇവിടെ ഫെസിലിറ്റീസ് പറയുമ്പോൾ മെയിനായിട്ട് ഉള്ള മെയിൻ ഫെസിലിറ്റി ഇവിടെ ഓപ്പറേഷൻ തിയേറ്റർ. അത് അത്രയും ഫുള്ള് എൻട്രി ചെയ്യുന്ന ഡോർ കൊണ്ട് അകത്തുള്ള അത്ര സാധനങ്ങൾ ജർമ്മൻ ടെക്നോളജിയാണ്. അത് ലാമിനാർ ഫ്ലോ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയും. സോ അത് ക്വൈറ്റ് കോംപ്ലിക്കേറ്റഡ് സിസ്റ്റമാണ്. അതിപ്പോൾ തന്നെ ഒരിടമ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇത് തുടങ്ങി ഒരു 5 years മുമ്പ് ഈ ടെക്നിക്കിൽ ഓപ്പറേഷൻ ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ നേരത്തെ തുടങ്ങി. അങ്ങനെ ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻ വരാൻ ചാൻസസ് ഭയങ്കര കുറവാണ്. അത് മെയിനായിട്ട് ഇത് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറി, സ്പൈൻ സർജറി ഇതൊക്കെ ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻ ആയാലും അതാണ് എൻഡ് പോയിൻ്റ് ആയത്. ഫുൾ ഓപ്പൺ ചെയ്തിട്ട് ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ട് ഇൻഫെക്ഷൻ വരാതിരിക്കാനും ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് എന്തൊക്കെ ടെക്നോളജി ഉലകത്തിലുണ്ടോ അത് എൻ്റെ തിയേറ്ററിലുണ്ട്. അതാണ് മെയിൻ എൻ്റെ അസർട്ട്. പക്ഷെ അത് ഒരു പക്ഷേ ഡോക്ടർക്ക് ഔട്ട്സൈഡ് പോയി ഡോക്ടർ പഠനം നടത്തിയത് കൊണ്ട് അത് തന്നെയായിരുന്നു ഡോക്ടർക്ക് അത് കാരണം അത് തന്നെയായിരുന്നു ഒരു അച്ചീവ്മെൻറ്റ് ഡോക്ടർ. ഇത്ര ഒരു വലിയൊരു ഓപ്പറേഷൻ ചെയ്യാനുള്ള രീതിയിൽ ഇവിടെ റെഡിയാക്കും മുമ്പ് ഇതിൽ എന്തൊക്കെ തടസ്സങ്ങളുണ്ടാവും, എന്തൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടാവും, അത് എങ്ങനെയാണ് ഈ വേൾഡിൽ പല കൺട്രിയിൽ അതിനെ ഡീൽ ചെയ്യുന്നതെന്നുള്ളത് പലയിടത്തും പോയി നോക്കി ആ ടെക്നിക്സ് എല്ലാം ഇവിടെ കൊണ്ടുവച്ച് അതിന് പിന്നീട് തന്നെ ഈ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ്, സ്പൈൻ സർജറി പോലുള്ള കോംപ്ലിക്കേറ്റഡ് സർജറീസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യും. സോ അതാണ് മെയിനായിട്ടുള്ള ഒരു ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഡോക്ടർ. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഓരോ പിക്ചറും ഡോക്ടർ ഒരു സ്റ്റുഡൻറ്റിനെ പോലെ പലരിൽ നിന്ന് ഒരുപാട് ജർമ്മനിലായിരുന്നാലും ഡോക്ടർ പല രാജ്യങ്ങളും വിസിറ്റ് ചെയ്ത് ഈവൻ ബോംബെയിൽ നമ്മുടെ ബോംബെയിൽ നിന്ന് ഡോക്ടർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ കാര്യങ്ങളായിട്ട്. എന്തൊക്കെയാണ് ഡോക്ടർ അവിടെ നിന്ന് നമ്മൾ ഈ കൊച്ചു ഗ്രാമത്തിൽ ഈ ഡോക്ടറുടെ ജന്മ നഗരത്തിൽ ഡോക്ടർ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്? പല കൺട്രീസിൽ പോയി ട്രെയിനിങ് ചെയ്തു. ഇവിടെ നമ്മുടെ ഇന്ത്യയിലെ ബ്രീച്ച് കാൻഡി പോലെയുള്ള ടോപ്പ് ക്ലാസ് ഹോസ്പിറ്റൽസ് ഇൻ മുംബൈ, വാജ്പേയി വാജ്പേയി പ്രൈം മിനിസ്റ്ററിൻ്റെ ഓപ്പറേഷൻ ചെയ്ത അതേ ഹോസ്പിറ്റലിൽ അതേ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടേഴ്സ് അവർ കൂടെ എല്ലാവരും പല ട്രെയിനിങ് എടുത്ത് ഇന്ത്യയിൽ. ഇതിൻ്റെ പുറത്ത് പോയാൽ ജർമ്മനിയിൽ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ചെയ്ത് ഇതുപോലെ ഒവ്വൊരിടത്തും എവിടെയെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്പെഷ്യാലിറ്റി സംബന്ധമായിട്ടുള്ള അഡ്വാൻസ് കാര്യങ്ങളുണ്ടോ അവിടെ എല്ലാം പോയി ട്രെയിനിങ് ചെയ്തു. അതാണ് ഡോക്ടറുടെ ഒരു ജോയിന് ഒരു ബോണിനെ നമ്മൾ എത്ര ഒരു പ്രായപരിധി വരും. കാര്യം ഒരു പ്രായപരിധി കഴിയുമ്പോഴത്തേക്കും അത് വളരെ തേയ്മാനം വളരെ ഇതിലേക്ക് വരുന്നു എന്ന് പറയുന്നു. പക്ഷെ അത് നമ്മൾ പണ്ട് കാലത്തൊക്കെ 100-110 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവുന്നില്ല. ഇന്ന് ആ ഒരു സാഹചര്യം മാറുന്നു. ഒരു 60 വയസ്സ് വേണ്ട ഒരു 50 വയസ്സിലാവുമ്പോൾ തന്നെ ആ ഒരു ഓൾഡ് സ്റ്റേജിലേക്ക് എത്തിച്ചേരുന്നു. എന്താണ് അതിൻ്റെ കാരണം? അത് ഫുഡ് ഹാബിറ്റ്, ഇപ്പോഴത്തെ ഫാസ്റ്റ് ഫുഡ് ഹാബിറ്റ്, ഹ്യൂമൻ സെഡൻറ്ററി ലൈഫ് സ്റ്റൈല്, പല എക്സസൈസ് കാര്യങ്ങളിലും മക്കൾ അത്ര ഇൻട്രസ്റ്റ് കൊടുക്കാതെ മറ്റു കാര്യങ്ങളോട്ട് ചെയ്യുന്നത് ഇതുപോലെപ്പെട്ട പല കാര്യങ്ങളുണ്ടാകും. ഇത് തേയ്മാനം ഇതുപോലെപ്പെട്ട ഡീജനറേറ്റീവ് ഡിസീസസ് കുറച്ച് ഏർലിയറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. കാരണം അത് നമ്മൾ പ്രോപ്പറായിട്ട് എക്സസൈസും പിന്നെ നമ്മുടെ ഫുഡ് അതിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും നമുക്ക് പഴയ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ പൂർവികരുടെ ഒരു കാലഘട്ടത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നു. എന്തൊക്കെ അഡ്വൈസ്, കാര്യം ഒരു ആസ് എ ഡോക്ടർ എന്ന നിലയിൽ എന്തൊക്കെ അഡ്വൈസാണ് ഒരു പേഷ്യൻറ്റിന് ഡോക്ടർക്ക് നൽകാൻ കഴിയുക? ഇത് മെയിനായിട്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് അത് ഡെഫിനറ്റായിട്ട് അവോയ്ഡ് ചെയ്യണം. സോ ഇപ്പോൾ ആക്സിഡൻ്റ് ആകുമ്പോൾ മെയിൻ 90% കാസ് നോക്കുമ്പോൾ ഡ്രിങ്ക് ആൻഡ് ഡ്രൈവാണ് ഓട്ടോമൊബൈൽ ആക്സിഡൻസ് ആയിട്ട് ആൾക്കാർ. സോ ഇത് യങ്സ്റ്റേഴ്സ് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവിനെ കണ്ടിപ്പായിട്ട് അവോയ്ഡ് ചെയ്യും. രണ്ടാമത് ട്രാഫിക് റൂൾസിനെ വയലേറ്റ് ചെയ്യാതെ അതിന് പോലീസ് അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് അവരെ റെസ്പെക്റ്റ് ചെയ്ത് ആ റൂൾസ് റെഗുലേഷൻസ് കറക്റ്റായി ഫോളോ ചെയ്യും. ഇതാണ് മെയിനായിട്ട് ഇന്ന് ആക്സിഡൻസിനുള്ള കാരണം. അതിനെ അവോയ്ഡ് ചെയ്താൽ ഇന്ന് പ്ലാസ്റ്റിക് സർജറിക്ക് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ഇവിടെ ഉണ്ട്. എന്തൊക്കെയാണ് ഡോക്ടർ അവിടെ? അതിൽ ഇതുപോലെ ആക്സിഡൻറ്റിൽ എല്ലൊക്കെ മുറിഞ്ഞ് പുറത്ത് വന്നിരുന്ന ചതവൊക്കെ കിളിഞ്ഞ് പോകുമ്പോൾ അപ്പോൾ എല്ല് കറക്ഷൻ മാത്രം പോരാ, ആ ചതയിന് വേണ്ടി ഏതെങ്കിലും ചെയ്യും. അപ്പോൾ അതും ചെയ്യാൻ വേണ്ടിയ സമയത്ത് തന്നെ ചെയ്യണം. എപ്പോഴെങ്കിലും ആരെങ്കിലും വന്ന് ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞ് ചെയ്ത കാര്യം ആ 24 hours ഫസ്റ്റ് 24 hours അകത്ത് തന്നെ ചെയ്യാൻ വേണ്ടിയതൊക്കെ ചെയ്യാം. സോ അതുകൊണ്ട് ആ പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെൻറ്റ് എൻ്റെ ഹോസ്പിറ്റലിൽ എൻ്റെ കൂടെ ഉണ്ട്. അതിന് 24 hours അത് വർക്കിംഗ് ആണ്.
കാര്യം നല്ലൊരു ടീം ഇതിൻ്റെയൊക്കെ ഒരു സക്സസ് ഡോക്ടറുടെ സക്സസിൻ്റെ പിറകിൽ നല്ലൊരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, നല്ല ജൂനിയർ ഡോക്ടേഴ്സ് ഉണ്ട്, ഫുൾ ഫെസിലിറ്റീസ് ഡോക്ടർ പിറകിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് എത്രത്തോളം എക്സ്റേ, ഡിജിറ്റൽ എക്സ്റേ, അതും ലേറ്റസ്റ്റ് ടെക്നോളജി. അവിടെ എക്സ്റേ എടുത്ത് അടുത്ത സെക്കൻഡിൽ തന്നെ ഇവിടെ എനിക്ക് എൻ്റെ കമ്പ്യൂട്ടറിൽ കാണാൻ പറ്റും. ഓൺലൈനിൽ. പിന്നെ ആ എക്സ്റേ തന്നെ ഒരു ചെറിയ ഭാഗം കൂടെ മാഗ്നിഫൈ ചെയ്തിട്ട് എത്ര ക്ലിയർ ആയിട്ട് മൈന്യൂട്ടായിട്ട് ഒരു ചെറിയ ഫ്രാക്ചർ കൂടെ മിസ്സാകാത്ത രീതിയിൽ എനിക്ക് ഇവിടെ കമ്പ്യൂട്ടറിൽ ചെയ്യാം. ഇതൊക്കെ എൻ്റെ സക്സസിൻ്റെ കാരണം. ഹിപ്പ് നമ്മൾ റീപ്ലേസ്മെൻറ്റ് എന്നുള്ള ഒരു ഇതിലേക്ക്, അതും ഒരു വളരെ മേജറായിട്ടുള്ളൊരു സർജറിയാണ്. നമ്മുടെ ഡോക്ടർ ഹോസ്പിറ്റലിൽ അറിയപ്പെടുന്ന സെൻറ്റർ ഫോർ ഹിപ്പ് ആൻഡ് ജോയിൻറ്റ്. എന്തൊക്കെയാണ് ഒരു പേഷ്യൻറ്റിന് വളരെ അത്യാവശ്യമായിട്ട് വരുമ്പോൾ ഒരു ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് അതെങ്ങനെയായിരിക്കും? ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പായിട്ടുണ്ട്. ഒന്ന് സിമെൻറ്റഡ് ഹിപ്പ് എന്ന് പറയും, സിമെൻറ്റ് യൂസ് ചെയ്ത് ചെയ്യുന്ന റീപ്ലേസ്മെൻറ്റ് സർജറി. ഇന്നൊന്ന് സിമെൻറ്റ് അല്ലാതെ സ്ട്രെയിറ്റ് ഇംപ്ലാൻറ്റ്സ് മാത്രം ഇംപ്ലാന്റ് ചെയ്യുന്ന സർജറി. ഇത് ഒരു 60 ഇയേഴ്സിന് മുകളിൽ പോകുമ്പോൾ സിമെൻറ്റ് ഉള്ള റീപ്ലേസ്മെൻറ്റ് തന്നെ ചെയ്യണം. യങ്സ്റ്റേഴ്സ് ആകുമ്പോൾ സിമെൻറ്റ് ഇല്ലാതെ റീപ്ലേസ്മെൻറ്റ് ചെയ്യണം. അങ്ങനെ ടു ടൈപ്സ് ആണ്. പിന്നെ ലാബ് ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്, വളരെ ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയുള്ള ലാബ് മെഷീനറീസ് എന്തൊക്കെയാണെന്നോ അതിൻ്റെ എന്തൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് എന്തൊക്കെ ഉണ്ടോ എല്ലാം